ഇനി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനായി ഇപ്പോൾ വല വീശുകയാണ് BJP. PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ രാജേന്ദ്രനുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. BJPയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും തന്റെ നിലപാട് അറിയിച്ചു എസ് രാജേന്ദ്രൻ. ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ച രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന വാർത്ത നിഷേധിക്കുകയാണ്. പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ എങ്ങനെ പാർട്ടി ആവും? പിന്നെ ഇത്രയും കാലം കടന്നു വന്നപ്പോൾ പാർട്ടി രജിസ്റ്ററിൽ പേരില്ല എന്നുള്ളതല്ലാതെ ആ പാർട്ടിക്കാരനായാലേ അറിയപ്പെടുന്നേ. അങ്ങോട്ട് നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് കാണുന്ന ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ സഹവേ നല്ല വിളിക്കണേ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലുമൊക്കെ ആണേലും അപ്പോഴും സഹാബെന്നല്ലേ വിളിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയായ ഒരു ബന്ധം മരണം വരെ അങ്ങനെയല്ലേ തുടരാൻ പറ്റുള്ളൂ. ഇത് സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് BJPക്ക് പോകണം എന്നുള്ള നിലപാട് തീരുമാനം ഇപ്പം ഇല്ല, അങ്ങനെ എടുത്തിട്ടുമില്ല. ഒരു തെറ്റായ വാർത്തയാണ്. ജെയിനസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, സാഹചര്യങ്ങളല്ലേ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ സാഹചര്യം സസ്പെൻഷൻ ആയിരിക്കും. ഇതൊരു സമ്മർദ്ദ തന്ത്രമായി കാണണോ? ആ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ജില്ലാ നേതൃത്വം നടത്തുന്നുണ്ടോ? നാളുകളായിട്ട് നടക്കുന്നതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എസ് രാജേന്ദ്രനെ പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. ആ നടപടി നേരിട്ട ഘട്ടം മുതൽ തന്നെ രാജേന്ദ്രൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും എന്നൊരു പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ BJPയും രാജേന്ദ്രനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും അവരോട് കൃത്യമായ ഒരു മറുപടി രാജേന്ദ്രൻ പറഞ്ഞിരുന്നില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് BJP വളരെ സജീവമായി തന്നെ എസ് രാജേന്ദ്രനെ BJPയുടെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. നമുക്കറിയാം K സുരേന്ദ്രന്റെ ജാഥയുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കൾ ജില്ലയിലെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ BJP നേതാക്കളിൽ ചില പ്രമുഖർ, സംസ്ഥാന നേതാക്കൾ തന്നെ എസ് രാജേന്ദ്രന്റെ മൂന്നാറിലെ വീട്ടിലെത്തി ആശയവിനിമയം നടത്തി എന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. BJPയിൽ ചേരണം എന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ തന്റെ സാഹചര്യങ്ങൾ, തന്റെ നിലപാട് എന്താണെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത്.